ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദ ചാപ്റ്റർ. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു. നമ്മൾ ഇനി അവസാനിപ്പിക്കുന്ന ഒരു ബാങ് വെച്ചിട്ടാണ്. ഓക്കെ, വി ഗോണ എൻഡ് ഇറ്റ് വിത്ത് എ ബാങ്. വി ഗോണ ലേൺ ഹൗ ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ വർക്ക്സ്. നമ്മളെല്ലാ വർഷവും മഴ പെയ്യുമ്പം കാണുന്നുണ്ടല്ലോ മിന്നലും ഇതൊക്കെ, ഭയങ്കര ഒച്ചയും പണിയും. ഹൗ ഡസ് ഇറ്റ് വർക്ക്? അത് കറണ്ടാണ്, അല്ലെങ്കിൽ ഓബ്വിയസ്ലി കണ്ടാൽ തന്നെ പറയും മിന്നൽ ഈസ് എ ഫോം ഓഫ് ഇലക്ട്രിസിറ്റി. ഹൗ ഡസ് ഇറ്റ് വർക്ക്? എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? വി ലേൺ ദാറ്റ് ആൻഡ് ദെൻ വിൽ എൻഡ് വിത്ത് ദിസ് ചാപ്റ്റർ. ഓക്കെ, സോ ബിഹൈൻഡ് മീ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു ടിപ്പിക്കൽ മിന്നലാണ്. ഓക്കെ, ഒരു ടിപ്പിക്കൽ മിന്നലാണ്. ഇപ്പോൾ ടിപ്പിക്കൽ മിന്നൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നൗ ലെറ്റ്സ് സീ വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. നമ്മൾക്ക് എന്തൊക്കെ അറിയാം? നമ്മൾക്ക് ചാർജസ് ഉണ്ടെന്ന് അറിയാം. എന്തൊക്കെ ചാർജസ് ഉണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസ് ആരാ? പോസിറ്റീവാണ്. ഇലക്ട്രോൺസ് ആരാ? നെഗറ്റീവാണ്. പ്രോട്ടോൺസും ഇലക്ട്രോൺസും തമ്മിൽ ഭയങ്കര അടുപ്പാണ്. അവർക്ക് തമ്മിൽ അടുത്ത് വരാൻ നല്ല താല്പര്യമാണ്, അല്ലേ? അപ്പോൾ പ്രോട്ടോൺസും ഇലക്ട്രോൺസും തമ്മിൽ അടുക്കുകയാണെങ്കിൽ ഒരു കറണ്ട് വരും, ഒരു സ്പാർക്ക് വരും, അല്ല? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പം കറണ്ട് വരും, അത് നമ്മൾക്കറിയാം, അല്ലേ? അപ്പം നമ്മൾ ആ കോൺസെപ്റ്റൊക്കെ വെച്ചിട്ട് ഇതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ലൈക്ക് എ സൈഡ്, ലോകത്തിലെ എല്ലാ സാധനത്തിലും എന്തുണ്ട്? ചാർജസ് ഉണ്ട്. ഓക്കെ, എല്ലാത്തിനും ചാർജസ് ഉണ്ട്, അതറിയാലോ, ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, പോയിന്റ് 1, കീപ്പ് ഇറ്റ് ദാറ്റ്. സെക്കൻഡ്, നമ്മൾ ബലൂണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചു? ഒരു റബ്ബ് ചെയ്തു, ഒരു ക്ലോത്ത് വെച്ച് റബ്ബ് ചെയ്തു. അപ്പോൾ തമ്മിൽ സാധനങ്ങൾ റബ്ബ് ചെയ്യുമ്പം ചാർജസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, ഇതൊക്കെ പഠിച്ചത് നമ്മൾ ഇതിലായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, സിമ്പിളാക്കിയിട്ട്. സോ ക്ലൗഡ്സ് ആർ ഓൾസോ തിങ്സ് ആൻഡ് ഓൾ തിങ്സ് ഹാവ് ചാർജസ്. സിമ്പിൾ. സോ മീൻസ് വാട്ട്? ക്ലൗഡ്സ് വിൽ ഓൾസോ ഹാവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ഈ ക്ലൗഡ്സിൽ എന്തുണ്ട്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും. ഇവിടെ പോസിറ്റീവ് ഉണ്ടാവും, ഇവിടെ നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ ന്യൂട്രലാണ്, അല്ലേ? ലൈക്ക് ഐ സെഡ്, എവറിത്തിങ് ഹാസ് ചാർജസ്, ഓൾസോ എവറിത്തിങ് ഈസ് ന്യൂട്രൽ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ ക്ലൗഡ്സ് തമ്മിൽ ഇങ്ങനെ എത്രയോ ക്ലൗഡ്സ് ഉണ്ടല്ലോ മുകളിൽ, ഇങ്ങനെ ആകാശത്തോടെ എത്രയോ ക്ലൗഡ്സ് ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ. ഇവർ തമ്മിൽ ഇങ്ങനെ കൂട്ടിയെടുക്കുമ്പം വെൻ ദ റബ്ബ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ, ക്ലൗഡ്സ് തമ്മിൽ കൂട്ടിയിടിക്കുമ്പം ചാർജ് ട്രാൻസ്ഫർ നടക്കും. അവിടെ എന്ത് പറ്റും? ഇലക്ട്രോൺസും പ്രോട്ടോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ക്ലൗഡ്സിൻ്റെ ഇടയിൽ. എന്നിട്ട് എന്ത് പറ്റുമെന്ന് അറിയോ? വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ ഇലക്ട്രോൺസ് ഒക്കെ അല്ലേ, ഇലക്ട്രോൺസ് എല്ലാവരും താഴത്ത് വന്ന് നിൽക്കും. എല്ലാവരും താഴത്ത്, ഏറ്റവും, അതായത് ക്ലൗഡിൻ്റെ അടിയിൽ. ഈ ക്ലൗഡ്സിനൊക്കെ എന്തുണ്ട്? വെള്ളം ഉണ്ടല്ലോ, വാട്ടർ ഉണ്ടല്ലോ. അപ്പം താഴത്ത് വന്ന് നിൽക്കും. എല്ലാ പ്രോട്ടോൺസും എന്ത് പോവും? പോസിറ്റീവ് ചാർജസും മുകളിൽ പോയി നിൽക്കും. All positive charges will be on the top. So there are negative here, positive here. ഇത് വിത്തിൻ ഒരു ക്ലൗഡിലാണ്. ഓക്കെ, ഇനി ഈ നെഗറ്റീവ്സിന് എന്ത് വേണം? എങ്ങനെയെങ്കിലും ഇവർക്ക് ന്യൂട്രൽ ആവണം. ഗ്രൗണ്ട് എന്താണ്? എർത്താണ്. എർത്ത് എന്താണ്? റിസർവയർ ആണ്. റിമെമ്പർ, റൈറ്റ്? വി ലേൺഡ് ഇൻ എർത്തിങ് ദാറ്റ് എർത്ത് ഇസ് എ ഹോൾ റിസർവയർ ഓഫ് ബില്യൺസ് ഓഫ് ചാർജസ്, പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ എർത്തിലുള്ള പ്രോട്ടോൺസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇവിടെ മുകളിൽ വന്ന് നിൽക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ വാട്ട്സ് ഹാപ്പനിങ്? വാട്ട്സ് ഗോണ ഹാപ്പൻ? യു ക്യാൻ ഗെസ് റൈറ്റ് നൗ. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഹിയർ ദർ വിൽ ബി എ ഹ്യൂജ് നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ്. ദർ വിൽ ബി ടു സ്ട്രോങ്, ഭയങ്കര സ്ട്രോങ്. ഇവർക്ക് എങ്ങനെയെങ്കിലും പോകണം. ലൈക്ക് ഈ ക്ലൗഡിൻ്റെ ഏറ്റവും താഴത്ത് ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് വന്ന് നിൽക്കുക, അവർക്ക് എങ്ങോട്ടെങ്കിലും പോകണം. ആൻഡ് താഴത്ത് എന്തുണ്ട്? അതേ, അവർക്ക് സൗകര്യപരമായിട്ട് താഴത്ത് ഗ്രൗണ്ടിൽ എന്തുണ്ട്? പോസിറ്റീവ് ഉണ്ട്. സോ ദീസ് ഇലക്ട്രോൺസ് ആർ ലൈക്ക്, എങ്ങനെയെങ്കിലും, ഇഫ് ഓൺലി ഐ ക്യാൻ റീച്ച് ദ ഗ്രൗണ്ട്, if only I can reach the ground, then I'll be happy. I can meet with the positives and I'll be happy. So that is how lightning works. So what happens? Do you want to see? I'll show you. Like you said, see, there's negative charges here and positive charge on the ground. So they are trying to come down and the positives also want to meet with it. So when they meet, what happens? അതായത് നെഗറ്റീവ്സ് ഫ്രം ദ ക്ലൗഡ് വാണ്ട് ടു ടച്ച് ദ ഗ്രൗണ്ട് ബിക്കോസ് ഇറ്റ്സ് പോസിറ്റീവ് ആൻഡ് ദ പോസിറ്റീവ്സ് ഓൾസോ വാണ്ട് ടു ടച്ച് ദ നെഗറ്റീവ് ഇലക്ട്രോൺ. സോ വെൻ ദേ മീറ്റ്, lightning. Understood? So this is how lightning happens. Cool. Now we know how lightning happens. Awesome. Now there's something important. Obviously people know that if you get hit by lightning, you're probably going to die. But there is some ways how you can actually survive lightning. So ഈ lightning ഒക്കെ നമ്മളെ വീട്ടിൽ വന്നിരിച്ച് എന്ത് പറ്റും? Our whole house will be caught on electric shock, right? So how do we actually escape that? So for example, in a normal case, what happens?
let's say I have a cloud here with negative charges and there's a tree. What happened to the tree? It got hit with lightning and it crumbled. Like I said, ട്രീമിലും പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. ട്രീൻ്റെ മേളിൽ നെഗറ്റീവ് വന്നിടിച്ചപ്പം ട്രീ കത്തിപ്പോയി. കാരണം എന്താ? There are a lot of electrons, right? Electrons, if they get one positive, they'll like jump on him. So when they jump on him, sparks come. When sparks come, he'll get on fire. Understood? So how do we as houses, നമ്മുടെ house, ഇതൊക്കെ നമ്മളെ വീടുകളാണ്. These are our houses. How do we escape from this? So what we can do is, we can add a small electrical steel rod on it. It's called a lightning rod. It's there on every building in big metropolitan cities. Even in cartoons and all, you will see a big rod on the roof of all the houses. So this rod right here will actually be connected. This rod over here will be connected to the ground. So what happens? This current it will go through without touching anything in the house. It will go directly to the ground. So you are safe. Understood? So all the houses, there will be an electric rod which will directly go to the ground. So this is how even our houses are safe from lightning. So what all have we learned? We have learned about charges, we have learned about current, we have learned about how to charge it, how conductors and insulators work, what they are, how current causes a lot of things in our house, how it can cause shock, and how things in real life like lightning can be explained with the concept we have learned. So that's it. That's what electricity is all about. There's a lot of things more to study, lot of fascinating stuff, and we'll deal with that one by one as you grow up.